നമുക്കൊരു യൂണിഫോം കോട്ടാണ് തയ്ക്കുന്നത്. വി നെക്കാണ്, കോളറില്ല കേട്ടോ. യൂണിഫോം കോട്ടിന് അളവെടുക്കുന്ന രീതി, കട്ട് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞിരുന്നത്. അളവെടുത്ത് കട്ട് ചെയ്യാം. കോളറില്ല. തുണി രണ്ടായിട്ട് മടക്കണം. തേരുവശം ഉണ്ട്, രണ്ടായിട്ടാണ് മടക്കുക. തേരുവശം ഇങ്ങനെ വെച്ചിട്ട് ഒരു 4 ഇഞ്ച് ആദ്യം ഇങ്ങനെ മടക്കണം. തുണി രണ്ടായിട്ട് മടക്കിയതിന് ശേഷം തേരുവശം ഇങ്ങനെ വെച്ചിട്ട് ഒരു 4 ഇഞ്ച് ഓക്കെ മടക്കിയതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കുക. വേണ്ടുന്ന ഇറക്കം ആദ്യം നമുക്ക് തുണി ഒന്ന് ലെവൽ ചെയ്യണം കേട്ടോ. ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം കാണണം. 20 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടണം. ഇവിടെ മടക്കി തയ്ക്കാനും മുകളിൽ ഷോൾഡർ ചെയ്യാനും കൂടെ 2 ഇഞ്ച് കൂട്ടണം. 20 2 22. അപ്പോൾ 22 മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇറക്കം മാർക്ക് ചെയ്ത ശേഷം ഷോൾഡർ എത്രയെന്ന് വെച്ചിട്ട് അതിൻ്റെ പകുതി. ഷോൾഡർ എത്ര കിട്ടിയെന്ന് വെച്ചിട്ട് അതിൻ്റെ പകുതി. ഷോൾഡർ എനിക്ക് കിട്ടിയേക്കുന്നത് 12.5. 12.5യുടെ പകുതി 6.4 വരും. 6.4 മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് കൈക്കുഴി മാർക്ക് ഈ കോട്ട് മാർക്ക് ചെയ്യുമ്പം കൈക്കുഴി നമ്മുടെ ഷർട്ടിനോട് ചേർന്ന് നിൽക്കരുത്, 1 ഇഞ്ച് താഴെ നിൽക്കണം. അപ്പോൾ എനിക്കിവിടെ വേണ്ടുന്നത് ഞാനൊരു 7 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കൈക്കുഴിയുടെ ഷർട്ടിനോട് ചേർന്ന് ഇത് നിൽക്കരുത്, 1 ഇഞ്ച് താഴെ. അല്ലെങ്കിൽ നമുക്കത് ഇടുന്ന കുട്ടിക്ക് അത് ടൈറ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഷർട്ടിനെ ആ 1 ഇഞ്ച് കൈക്കുഴി ഇച്ചിരി താഴെ നിൽക്കണം ഓക്കെ. അവിടെ നമുക്ക് ചെസ്റ്റ് വണ്ണം കാണാം. ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് 35ആണ്. ഇപ്പോൾ 35 വരുമ്പോൾ 8.25 എടുക്കാം കേട്ടോ. എന്നിട്ട് 1 ഇഞ്ച് മതി തയ്യൽക്കുമ്പോൾ. ഇവിടെ നിന്ന് 1.5 എടുത്തിട്ട് ഷേപ്പ് ചെയ്യണം. ഷോൾഡർ ഷേപ്പ് അല്ല, നമുക്ക് ഇങ്ങനെ കുഴിച്ച് വെട്ടണം. കുഴിച്ച് വെട്ടുമ്പോൾ 1/2 ഇഞ്ച് ഇങ്ങനെ താഴോട്ട് വെട്ടണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ 4 ഇഞ്ചല്ലേ മടക്കി വെക്കുന്നത്, ഇവിടെ ഒരു 3 ഇഞ്ച് എടുത്താൽ മതി. 3 ഇഞ്ച് എടുത്തിട്ട് ബി പോലെ എടുക്കണം. നെക്ക് വന്നേക്കുന്നത് ഉടുപ്പിൻ്റെ നമ്മൾ ഇടാൻ പോകുന്ന ഉടുപ്പിൻ്റെ നെക്ക് വന്നേക്കുന്നത് 6 ഇഞ്ച്. അപ്പോൾ അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് താഴ്ച എടുക്കണം ഈ വി നെക്കിന് കേട്ടോ. 6ആണ് നെക്കിൻ്റെ ഉടുപ്പിൻ്റെ ചുരിദാർ ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ അതിൽ ഇറക്കം വന്നേക്കുന്നത്. ഇതിപ്പോൾ ചുരിദാറും ടോപ്പിനാണ് 6ആണ് കഴുത്തിനൊക്കെ വന്നേക്കുന്നത്. അപ്പം കോട്ടിന് ഞാനത് 1.5 ഇഞ്ച് കൂടെ താഴ്ച എടുത്ത്, അപ്പോൾ 7.5. അപ്പോൾ അത് ബി ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാം കണ്ടോ. സ്കെയിലോ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതേപോലെ 1 ഇഞ്ച് ഇറക്കി 1.5 ഇഞ്ച് 1 ഇഞ്ച് മതി. ഇവിടെ ഷോൾഡർ പിടിച്ച് വരുമ്പോൾ 1/2 ഇഞ്ച് പോകും. അതിനാണ് 1.5 ഇഞ്ച് ഇറക്കി എടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ണമില്ലേ അറിയപ്പെടും. എന്നിട്ട് ഇതിൻ്റെ 2ൻ്റെയും കൂടെ ഇതിൻ്റെ 2ൻ്റെയും കൂടെ സെൻറ്റർ കാണും. ഇപ്പോൾ 8.5 അപ്പോൾ 4.4. എന്നിട്ട് ഇവിടെ ഒരു 2 ഇഞ്ച് മതി കേട്ടോ. തയ്ച്ച് വരുമ്പോൾ 3 2 ഇഞ്ച് എടുത്തിട്ട് ഇവിടുന്ന് മുകളിലോട്ട് കണ്ടല്ലേ, ഇവിടുന്ന് മുകളിലോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബി ഷേപ്പ് പോലെ കട്ട് ചെയ്യും കണ്ടോ. ഈ ഷേപ്പ് പോലെ ഇവിടെ നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് 2 ഇഞ്ച് ഓപ്പൺ വരും ഓക്കെ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അതിന് 1/2 ഇഞ്ച് ചരിച്ച് ഷോൾഡർ ഷേപ്പ് ചെയ്യണം കേട്ടോ.
ഈ 2 ഇഞ്ചിൽ നിന്ന് നമ്മൾ ആ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്യണം. എന്നിട്ട് ആംഹോൾ ഇങ്ങനെ കുടിച്ചു വെക്കണം. നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ നമുക്ക് ഞാൻ 1.5 എടുത്തു, 1 മതി കേട്ടോ. ചെയ്യത്തുമ്പോൾ 1 ഇഞ്ച് മതി കേട്ടോ, പെട്ടെന്ന് ഓർത്തില്ല. 1 ഇഞ്ച് മതി. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഒരു 2.5 മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ വരും, കണ്ടല്ലേ? ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് വന്നിട്ട് ഇവിടെ നമുക്ക് ഓപ്പൺ വരും. അതിനാണ് അവിടെ ഒരു കട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഇത് വെച്ച് തന്നെ നമുക്ക് ബാക്കും വെട്ടണം. നെക്ക് വെട്ടിയില്ല, നെക്കും കൂടെ നമുക്ക് വെട്ടാം കേട്ടോ. ഇത് നമുക്ക് 2 പീസായി. ഇനി ഇത് വെച്ച് തന്നെയാണ് ബാക്ക് വെട്ടുക. ഇത് മാറ്റി വെക്കാം. ബാക്ക് കെട്ട് കഴിഞ്ഞിട്ട് 2 തുണി നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ വേണ്ട. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ്, ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത് 1/2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. നമ്മൾ ഫ്രണ്ട് പീസിന് എടുത്തതിനേക്കാളും 1/2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. ഓക്കെ. അതുപോലെ തന്നെ നീളം അടിഭാഗത്ത് നീളം കറക്റ്റായിട്ട് മുകളിലൊരു ഇതുണ്ടോ, ഇവിടുത്തേനേക്കാളും ഒരു 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം മുകളിൽ. ഷോൾഡർ അതേപോലെ ഇവിടെ നമ്മൾ എടുത്തതിനേക്കാളും 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഷോൾഡർ അതേപോലെ തന്നെ എടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ച് ഞാൻ 1/2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ. 2 ഇഞ്ച് 1.5 ഇഞ്ച് കൂട്ടിയെടുത്തതിന് ശേഷം ഷോൾഡർ അതേപോലെ മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് ബാക്കിനേക്കാളും ഫ്രണ്ടിനേക്കാളും ബാക്ക് കുറച്ചെടുത്ത്, കണ്ടല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3/4 1/2 ഇഞ്ചോ മതി ബാക്ക് കണ്ണിക്ക് വെട്ടാൻ. എന്നിട്ട് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്തില്ലേ, അതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം അതേപോലെ തന്നെ നെക്ക് കെട്ടി. എന്നിട്ട് ഞാൻ 1.5 ഇഞ്ച് കൂട്ടിയെടുത്ത് ഇവിടെ നമുക്ക് അവിടെ നിന്ന് ഷോൾഡർ ഷേപ്പ് ഇത് കൂട്ടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഒരു 1.5 ഇഞ്ച് കൂട്ടിയെടുത്ത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നെക്കിന് ഫ്രണ്ട് ഭാഗം ബാക്കിലോട്ട് ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇവിടെ വി വേണ്ട, അതേപോലെ തന്നെ കട്ട് ചെയ്യാം. അടിഭാഗത്ത് വി വേണ്ട കേട്ടോ. ബാക്കിൽ പീസ് റൗണ്ട് ഷേപ്പ് വേണം. ഓക്കെ. ഇനി നമുക്ക് ഫ്രണ്ട് ഒരു 1/2 ഇഞ്ച് എടുത്ത് വെട്ടണം. ഫ്രണ്ട് ഭാഗം മാത്രം ഞാൻ ഇവിടുന്ന് ഞാൻ മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് 1 ഇഞ്ചോ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 3/4 ഇഞ്ച് ഇതാ. എന്നിട്ട് രണ്ടിൽ നിന്നും ഫ്രണ്ട് ഭാഗത്ത് നിന്ന് മാത്രം 1/2 ഇഞ്ച് കുഴിച്ച് വെക്കണം. കട്ട് ചെയ്യുന്ന കണക്ക് നമുക്ക് കണ്ട. ഇനി നമുക്ക് വേണ്ടത് കഴുത്തിന് ക്രോസ് പീസ് വെച്ച് അടിച്ചാൽ മതി. ക്രോസ് പീസ് വെട്ടാൻ അറിയാമല്ലോ. 1.5 ഇഞ്ച് വീതിയിൽ ഈ കഴുത്തിനും അതേപോലെ തന്നെ കൈക്കുഴിക്കും ക്രോസ് പീസ് വെച്ച് അടിക്കണം. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ് കാണാം.